നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് പ്രക്ഷോഭത്തിന് ചൊവ്വാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഭരണപക്ഷത്തിന്റെ അഴിമതിക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നതായും നേതാക്കൾ. മണ്ണാർക്കാട് ചിന്നത്തടാകം അന്തർസംസ്ഥാന പാത നവീകരണത്തിനെതിരെ ആക്ഷേപം. 30 മീറ്റർ വീതിയുള്ള റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ 13 മീറ്ററായി ചുരുങ്ങും. ഭാവി വികസനം നോക്കാതെയാണ് റോഡ് പണി നടത്തുന്നതെന്നും ഇത് അംഗീകരിക്കില്ലെന്നും BJP നേതാക്കൾ. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷറഫ് സ്ഥാനം രാജിവെച്ചു. രാജി മുന്നണി ധാരണാപ്രകാരം ടേം പൂർത്തിയായതിനെ തുടർന്ന് ബാങ്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും അഷറഫ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ പഴയ കെട്ടിടത്തിൽ നിന്നും പെരിന്തൽമണ്ണ സബ് ട്രഷറി വാടക കെട്ടിടത്തിലേക്ക് മാറി. ട്രഷറിക്ക് സ്വന്തം കെട്ടിടം വേണമെന്ന ആവശ്യം ഇപ്പോഴും കടലാസിലൊതുങ്ങുന്നു. കൂടരുക്കൽ പദ്ധതിയിൽ 4ാമത്തെ വീട് നിർമ്മിച്ച് മണ്ണാർക്കാട് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സഹപാഠിക്ക് നൽകുന്ന സ്നേഹവീടിന്റെ സമർപ്പണം ചൊവ്വാഴ്ച സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. വിശദമായ വാർത്തകളിലേക്ക്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ധർണ സംഘടിപ്പിക്കും. പഞ്ചായത്തിന് മുന്നിൽ വെച്ച് നടത്തുന്ന ധർണ DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാണിയംകുളം പഞ്ചായത്തിൽ ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ജനുവരി 16 രാവിലെ 11 മണിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുന്നത്. MP അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ നടപ്പിലാക്കാതെ MLAമാരുടെ ലൈറ്റുകൾ നടപ്പാക്കുന്നു. ആസൂത്രണത്തിലെ പിഴവ് കാരണമാണ് 9 വർഷമായി വാണിയംകുളത്തെ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ പ്രവൃത്തികൾ നീണ്ടുപോകുന്നതെന്നും 15 ലക്ഷം രൂപ മുടക്കി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ വാണിയംകുളത്തിന്റെ വികസനം എങ്ങും എത്തിയില്ലെന്നും ഭരണപക്ഷത്തിന്റെ അഴിമതിക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. പല പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ ഒരുപാട് അലംഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്വജനപക്ഷപാതങ്ങളുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് പല സംശയങ്ങളും അതൊരിക്കലും പഞ്ചായത്ത് ദൂരീകരിക്കുന്നില്ല. അപ്പോൾ ഈ സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ പഞ്ചായത്ത് നിൽക്കുന്നത് പല പരിപാടികളിലും. അതവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് പ്രതിപക്ഷ മെമ്പർമാരാണ്. പ്രതിപക്ഷം അതിനെക്കുറിച്ച് യാതൊരു ആരോപണവും ഉന്നയിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിന് മുമ്പിൽ നാളെ 11 മണിക്ക് ഒരു ധർണ നടത്താൻ തീരുമാനിച്ചു. അത് ഇത്രയും പെട്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പാലക്കാട് MP 5 ഹൈമാക്സ് ലൈറ്റ് വാണിയംകുളം പഞ്ചായത്തിലേക്ക് അനുവദിച്ചു. ആ ഹൈമാക്സ് ലൈറ്റുകൾ പഞ്ചായത്തിൽ അനുവദിച്ചപ്പോൾ പഞ്ചായത്ത് അത് അനുവദിക്കാൻ തടസ്സം നിൽക്കുക എന്ന് മാത്രമല്ല, അത് ഭാരിച്ച ചെലവ് വരും എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. പക്ഷെ അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ MLAമാർ കൊടുത്തിരുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഈ ഭാരിച്ച ചെലവ് ബാധകല്ലേ. ഇപ്പോൾ MP അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് നടപ്പിലാക്കാൻ വലിയൊരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ രാഷ്ട്രീയപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും പഞ്ചായത്ത് കാണുന്നത്. പഞ്ചായത്തിന് മുന്നിൽ നടക്കുന്ന ധർണ DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു. വാണിയംകുളത്ത് ഈ ജനങ്ങളുടെ ശബ്ദം പ്രതികരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആദ്യമായിട്ടൊരു ധർണ നടത്തുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന DCCയുടെ പ്രസിഡന്റ് ശ്രീ A തങ്കപ്പനാണ്. നാളെ 11 മണിക്കാണ്. ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിനെതിരെയുള്ള ഒരു തുടർ സമരത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്കാണ് ഈ ധർണ നാളെ. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് K ശിവപ്രകാശ്, മുൻ പ്രസിഡന്റ് K കൃഷ്ണദാസ്, കോൺഗ്രസ് നേതാവ് MP പ്രേംകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. 30 മീറ്റർ വീതിയുള്ള മണ്ണാർക്കാട് ചിന്നത്തടാകം അന്തർസംസ്ഥാന പാത നവീകരണം പൂർത്തിയാകുന്നതോടെ 13 മീറ്ററായി റോഡ് ചുരുങ്ങും. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റോഡിൽ 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വീതി മാത്രമാണുള്ളത്. ഇതിനെതിരെ BJP രംഗത്ത് വന്നു. മണ്ണാർക്കാട് മുതൽ ആനക്കട്ടി വരെയുള്ള റോഡിന് 100 അടി വീതിയാണുള്ളത്. അന്തർസംസ്ഥാന പാതയായതിനാൽ ഭാവി വികസനം മുൻകൂട്ടി കണ്ടാണ് ആദ്യകാലത്ത് തന്നെ റോഡിന് 100 അടി വീതിയിൽ സ്ഥലം വിട്ടു നൽകിയത്. സൈലന്റ് വാലിയിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള റോഡെന്ന പ്രത്യേകതയും റോഡിനുണ്ട്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ ആനമുളി വരെയുള്ള ഭാഗത്തെ നവീകരണമാണ് നിലവിൽ നടക്കുന്നത്. 30 മീറ്റർ വീതിയുള്ള റോഡിൽ 10 മീറ്റർ ടാറിങ്ങും ഇരുവശത്തെയും അഴുക്കുചാലും നടപ്പാതയും ഉൾപ്പെടെ 3 മീറ്ററുമാണുള്ളത്. ഫലത്തിൽ 30 മീറ്റർ വീതിയുള്ള റോഡ് 13 മീറ്ററായി ചുരുങ്ങും. 13 മീറ്റർ കഴിച്ച് ഇരുവശത്തുമുള്ള ബാക്കി സ്ഥലം കയ്യേറ്റത്തിന് ആക്കം കൂടും. അന്തർസംസ്ഥാന പാത എന്നത് പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് നിലവിലെ നവീകരണമെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു.
അഴുക്കുചാൽ നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് റോഡിന്റെ വീതിക്കുറവ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്തർ സംസ്ഥാന പാതയായതിനാൽ ഭാവിയിൽ റോഡ് വീതി കൂട്ടേണ്ടി വരുമെന്ന ദീർഘവീക്ഷണം ബന്ധപ്പെട്ടവർക്ക് ഇല്ലാതെ പോയി. 25 വർഷത്തെ പുരോഗതിയെങ്കിലും മുന്നിൽ കണ്ടുവേണമായിരുന്നു നവീകരണമെന്ന് അഭിപ്രായമാണ് ഉയരുന്നത്. 30 മീറ്റർ വീതിയുള്ള റോഡിന്റെ ബാക്കി സ്ഥലം കയ്യേറിപ്പോകാതിരിക്കാനുള്ള നടപടി അടിയന്തരമായി നടത്തണം. റോഡിന്റെ വീതിക്കുറവ് മണ്ണാർക്കാട് MLA ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് MLA എടുത്തതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും BJP മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കുമാർ പറഞ്ഞു. ചിന്നത്തടാക റോഡാണ്, അന്തർ സംസ്ഥാന പാതയാണ്. ഇത് ഒരുപാട് സാധ്യതകളുള്ള റോഡാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈ റോഡിലൂടെ പോയിട്ടാണ്. അതുപോലെ തന്നെ കോയമ്പത്തൂരിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊരു ദീർഘവീക്ഷണത്തോടെ ഈ റോഡ് പണിതാലേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടുത്തെ സർക്കാരിന് പൊതുവേ ദീർഘവീക്ഷണമല്ല, പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇതിന്ന് ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് നടത്താം എന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രമേ റോഡ് പണിയാവൂ. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതിൽ എന്ത് ലാഭം കിട്ടുമെന്ന് നോക്കിയിട്ടാണ് ഈ സർക്കാരും അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ എഞ്ചിനീയർമാരും എല്ലാവരും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ MLA പ്രതിപക്ഷ MLA ആണ്. ആ MLAയും ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ സംസാരിച്ചതിലേക്ക് പല ചാനലുകാർ അല്ലെങ്കിൽ മറ്റുള്ള പൊതുപ്രവർത്തകരൊക്കെ ഈ MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ MLA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും കഴിയാത്ത MLA എന്തിനാ ഇവിടെ? ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഭരണപക്ഷമാണെന്ന് വേണ്ടില്ല, ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം ഭരണമുന്നണിക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പല പാലങ്ങളും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്, അതുപോലെ റോഡ് ഇടിഞ്ഞു താന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ, അദ്ദേഹത്തിന് ഇത്രയും കഴിവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറവിൽ, ഈ റോഡ് പണിയുടെ മറവിൽ പല സ്ഥലങ്ങളിലും മണ്ണ് മാഫിയ കൃഷി സ്ഥലങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ് രാജിവെച്ചു. 2020 ഡിസംബർ 23 ചുമതലയേറ്റ അദ്ദേഹം മുന്നണി ധാരണാപ്രകാരം 3 വർഷത്തെ ടേം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് രാജിവെച്ചത്. UDF ഭരിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണി ധാരണപ്രകാരം 3 വർഷം കോൺഗ്രസിനും 2 വർഷം മുസ്ലിം ലീഗിനുമാണ് പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത്. 2020 ഡിസംബർ 23 കോൺഗ്രസ് പ്രതിനിധിയായ കളത്തിൽ അഷ്റഫ് പ്രസിഡന്റായി ചുമതലയേറ്റത്. 3 വർഷത്തെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം തിങ്കളാഴ്ച സ്ഥാനം രാജിവെച്ചത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും മുന്നണി നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു രാജി. കൊറോണ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾക്കിടയിലും മെച്ചപ്പെട്ട ലാഭത്തിൽ ബാങ്കിനെ നയിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ചില ആളുകൾ ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഡയറക്ടർമാർ തനിക്കൊപ്പം നിന്നു. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളുമായി കൊണ്ട് ബാങ്കിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ പോലത്തെ പ്രതിസന്ധികളിലും ഇന്ന് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് മെച്ചപ്പെട്ട ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ 3 വർഷം വരെ 7 ഡയറക്ടർമാരും കൂടെ നിന്നതിൽ ഡയറക്ടർമാരോടും അതുപോലെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഡയറക്ടർമാരോടും അതുപോലെ ഈ ബാങ്കിൻ്റെ സഹകാരികളോടും ജീവനക്കാരോടും എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. ഞാൻ ചെറുപ്പം മുതൽ സ്കൂൾ രാഷ്ട്രീയം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഞാനൊരു കച്ചവട രാഷ്ട്രീയക്കാരനല്ല. ജില്ലാ നേതൃത്വത്തിനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടപടി എടുപ്പിച്ചതാണ്. അതവരെന്നല്ലെങ്കിൽ നാളെ നേതൃത്വം മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. വിഷയമല്ല, സത്യം എന്നല്ലെങ്കിൽ നാളെ തെളിയും. ഇത് ഈ പരാതി കൊടുത്ത ആളുകൾക്കും അറിയാം ഇതിൽ കയമ്പില്ല എന്നുള്ളത്. ദുഷ്പ്രചരണങ്ങൾക്കിടയിലും 3.5 കോടി രൂപ ലാഭത്തിലാണ് ബാങ്ക് ഇപ്പോൾ ഉള്ളതെന്നും ബാങ്കിനോ മെമ്പർമാർക്കോ നിക്ഷേപകർക്കോ 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ലെന്നും ലേസൺ കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം പറഞ്ഞു. കൂടുതൽ മേഖലകളിലേക്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുമതല ഏറ്റെടുത്ത സമയം മുതൽ ബാങ്കിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രസിഡന്റിനും ഈ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. 2020-21 166 കോടി ഉണ്ടായിരുന്നത്, വായ്പ ഉണ്ടായിരുന്നത് 21-22 199 കോടിയാക്കി വർദ്ധിപ്പിച്ചു. മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
3.5 കോടി ഉറുപ്പിക ഈ കിംവദന്തിയും ഈ ദുഷ്പ്രചരണവും ഈ പത്രസമ്മേളനങ്ങളും ഈ അപവാദങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ ബഹുമാനപ്പെട്ട ബാങ്കിലെ പിന്നെ അഭ്യുദയകാംക്ഷികളുടെ സഹകരണത്തോടു കൂടി ബാങ്ക് 3.5 കോടി ഉറുപ്പിക ലാഭത്തിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കിനോ ബാങ്കിൻ്റെ മെമ്പർമാർക്കോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റർമാർക്കോ 1 ഉറുപ്പികയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ തക്കതായ നടപടി സ്വീകരിക്കാമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഒരുപാട് അന്വേഷണങ്ങൾ 65, 66 ഒക്കെ വകുപ്പുകൾ അനുസരിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട് പോലും ബാങ്കിൻ്റെ സംഖ്യയിൽ നിന്ന് പിന്നെ ബാങ്കിന് 1 ഉറുപ്പിക നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒരു കോടതിക്കും കഴിഞ്ഞിട്ടില്ല. സെക്രട്ടറിക്കാണ് മുഹമ്മദ് അഷ്റഫ് രാജിക്കത്ത് കൈമാറിയത്. ബാങ്കിന്റെ പുതിയ പ്രസിഡന്റിനെ വൈകാതെ തിരഞ്ഞെടുക്കും. ബ്രിട്ടീഷ് ഭരണകാലത്തെ കെട്ടിടത്തിൽ നിന്നും പെരിന്തൽമണ്ണ സബ് ട്രഷറി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. പുതിയ കെട്ടിടത്തിൽ സബ് ട്രഷറി ഓഫീസ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ചരിത്രമുറങ്ങുന്ന പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസ് ഇനി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിലും കോടതിയും ഈ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പെരിന്തൽമണ്ണ സബ് ട്രഷറി ആരംഭിച്ചത് മുതൽ 60 വർഷത്തിലേറെയായി പ്രവർത്തിച്ചത് ഈ കെട്ടിടത്തിലാണ്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. 1921 മലബാർ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ സബ് ട്രഷറി കെട്ടിടം അഗ്നിക്കിരയാക്കിയതായി പറയുന്നു. ബലക്ഷയവും കാലപ്പഴക്കവും കാരണം ജീർണാവസ്ഥയിലാണ് കെട്ടിടം. ചോർച്ചയും അനുഭവപ്പെട്ടിരുന്നു. ജീവനക്കാർ മുൻകൈയെടുത്ത് പലതവണകളിലായി അറ്റകുറ്റപ്പണികൾ നടത്തി. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെങ്കിലും നിയമസാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ട്രഷറിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പട്ടാമ്പി റോഡിലെ സപ്ലൈകോ പീപ്പിൾ ബസാറിന് പിറകുവശത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്കാണ് മാറ്റിയത്. പുതിയ കെട്ടിടത്തിൽ സബ് ട്രഷറി ഓഫീസിന്റെ പ്രവർത്തനം ജില്ലാ ട്രഷറി ഓഫീസർ KG പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആണ് ഇത്രയും ഏരിയ എനിക്ക് തോന്നുന്നത് ജില്ലാ ട്രഷറിയുടെ ഏരിയ ഉണ്ടാവും. പക്ഷേ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നു. നമ്മുടെ പഴയ ബിൽഡിങ്ങാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ബിൽഡിങ്ങാണ്. ഞങ്ങളവിടെ സന്തോഷത്തോടും കഴിയുന്നു. ഇത് ഏരിയ കൂടുതലുണ്ട് എങ്കിലും നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ആധുനികമായ മുതൽ ഇതിനുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം. സബ് ട്രഷറി ഓഫീസർ PH ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ അബ്ദുറഹിമാൻ, ജാഫർ കക്കൂത്ത്, MK ശ്രീധരൻ, തഹസിൽദാർ PM മായ, ജയിൽ സൂപ്രണ്ട് ഹനീഫ, സബ് ട്രഷറി ജൂനിയർ സൂപ്രണ്ട് P അബ്ദുൽ ഷുക്കൂർ, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഹലി, ശിവപ്രസാദ്, SUE മണ്ഡലം ട്രഷറർ P മുഹമ്മദ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി P നിഖിൽ, ഷൺമുഖൻ, K വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ് കളക്ടറുടെ വസതിക്ക് സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. 9.5 സെന്റ് സ്ഥലം ട്രഷറി വകുപ്പിന് കൈമാറിയതുമാണ്. എന്നാൽ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിന്റെ അപ്രോച്ച് റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം. ഇതിനാൽ ഈ സ്ഥലം പൂർണ്ണമായും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നത് തടസ്സമായി. അതോടെ 2 നിലകളിലായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കെട്ടിടത്തിന്റെ രൂപരേഖയ്ക്ക് അനുമതിയില്ലാതെയായി. 3 നിലകളോടുകൂടിയ കെട്ടിടത്തിന്റെ പുതിയ രൂപരേഖ തയ്യാറാക്കിയെങ്കിലും ധനവകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ചതുമില്ല. ആയിരക്കണക്കിന് പെൻഷൻകാരും സർക്കാർ ഉദ്യോഗസ്ഥരും പെരിന്തൽമണ്ണ സബ് ട്രഷറിയെ ആശ്രയിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർ, പ്രായം ചെന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ കെട്ടിടത്തിലേക്ക് പ്രയാസം കൂടാതെ കയറി ചെല്ലാനാവും. ട്രഷറി മുൻ ജീവനക്കാരനും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അരുൺകുമാറിന്റെ സ്മരണാർത്ഥമുള്ള ലൈബ്രറിയും പുതിയ ട്രഷറി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ട്രഷറി ഓഫീസർ അടക്കം നിലവിൽ 18 ജീവനക്കാരാണ് ട്രഷറി ഓഫീസിലുള്ളത്. വാഴയങ്കട കുഞ്ചുനായർ സംസ്കൃതി സമ്മാൻ പുരസ്കാരം വാഴയങ്കട വിജയന് മന്ത്രി R ബിന്ദു സമ്മാനിച്ചു. കഥകളിയുടെ അതിജീവനത്തിനായി വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. കഥകളി രംഗത്തെ പ്രധാന പുരസ്കാരങ്ങളിൽ ഒന്നാണ് വാഴയങ്കട കുഞ്ചുനായർ സംസ്കൃതി സമ്മാൻ പുരസ്കാരം. വാഴയങ്കട കുഞ്ചുനായരുടെ പുത്രനും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യദീക്ഷ കാത്തുസൂക്ഷിച്ച് കലാമണ്ഡലം പ്രിൻസിപ്പലായി വിരമിച്ചയാളുമാണ് പുരസ്കാരം നേടിയ വാഴയങ്കട വിജയൻ. കാറൽമണ്ണ കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി R ബിന്ദു പുരസ്കാരം സമ്മാനിച്ചു. എല്ലാ കലകളെയും സമന്വയിപ്പിക്കുന്ന സമഗ്ര കല എന്ന് വിളിക്കാവുന്ന കഥകളിയുടെ അതിജീവനം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാംസ്കാരികമായ
അതിജീവനത്തിന്റെയും കേരളത്തിന്റെ സാംസ്കാരികമായ നിലനിൽപ്പിന്റെയും ഒക്കെ ഒരു മുന്നുപാധിയായി തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്ത് സദനം പോലെ അല്ലെങ്കിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി, കെ ബി രാജാനന്ദ് കുഞ്ചുനായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം വി രാജൻ, പി വി ശ്യാമളൻ, ടി എസ് മാധവൻകുട്ടി, ടി കെ അച്യുതൻ, നഗരസഭാ കൗൺസിലർമാരായ കെ എം ഹിസാഖ്, വി വിനോദ്, വായനശാല പ്രതിനിധി പി എസ് ശ്രീധരൻ, സി മോഹൻദാസ്, എൻ പീതാംബരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കഥകളിയും അരങ്ങേറി. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്നേഹവീടിൻ്റെ സമർപ്പണം ചൊവ്വാഴ്ച നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും. സ്കൂളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC യൂണിറ്റുകളുടെ കൂടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് വീടൊരുക്കിയതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടൊരുക്കൽ പദ്ധതിയിൽ 4ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടക്കുന്നത്. സഹപാഠികളിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് കൂടൊരുക്കൽ പദ്ധതി. കുട്ടികൾ മുൻകൈയെടുത്താണ് പദ്ധതി നടത്തുന്നത്. സ്ക്രാപ്പ് ചലഞ്ച്, കൂപ്പൺ വിതരണം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെയാണ് വീട് നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്തിയത്. 9 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഞങ്ങളുടെ സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ 4 വർഷമായി നടത്തിയ ഒരു പദ്ധതിയാണ് കൂടൊരുക്കാൻ കൂടെ എന്നത്. അവർക്ക് എല്ലാവരും ഒരു സ്വപ്നമാണ് വീട് എന്നത്, സ്വന്തമായൊരു വീട്. അപ്പോൾ അവർക്ക് ഞങ്ങളൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. ഇതൊരിക്കലും ഞങ്ങളൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് ചെയ്യുന്നതല്ല, ഞങ്ങളുടെ പഠനത്തിനൊപ്പമുള്ള മറ്റൊരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ പഠിച്ച സ്കൂളിലൊക്കെ പഠനമാണ് പ്രധാന കാര്യം. പക്ഷേ പൊറ്റശ്ശേരി സ്കൂളിൽ ഞാൻ എത്തിയപ്പോൾ പഠനത്തിനോടൊപ്പം തന്നെ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ സാധിച്ചു. ഇതിനുള്ള പണസ്വരൂപം ഞങ്ങൾ നടത്തിയത് സ്ക്രാപ്പ് ചലഞ്ച്, അതുപോലെ തന്നെ കൂപ്പണൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ സമൂഹത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും സമൂഹത്തോട് ഇടപഴകാനൊക്കെ സാധിച്ചു. അതൊക്കെ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം അധ്യാപകരുടെയും നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളുടെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്നത്, ഷംസീർ സാറ്. ചൊവ്വാഴ്ച 2:30 നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിക്കും. വിദ്യാർത്ഥികളുടെ വലിയ പ്രയത്നം പദ്ധതിയുടെ പിന്നിലുണ്ടെന്ന് പ്രധാന അധ്യാപകൻ PC സിദ്ദീഖ് പറഞ്ഞു. ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയ്ക്കല്ല നമ്മളിത് കാണുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുകയാണ്. സിലബസിനപ്പുറത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പകുതി സിലബസിൽ ഉൾക്കൊള്ളും. സമൂഹത്തെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളും സഹജീവികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അതുവഴി ഒരുപാട് ഗുണങ്ങൾ സ്വായത്തമാക്കുക. അപ്പോൾ അവർ വലിയ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ട് ദിശാബോധം കുട്ടികളുടെ ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഇതുവരെ നിർമ്മിച്ചതിന് കുറച്ചുകൂടിയൊക്കെ സൗകര്യമുള്ള വലിയൊരു വീടാണ്. അതങ്ങനെ നിർമ്മിക്കേണ്ടി വന്നു. എന്തായാലും അതിൻ്റെ ഔപചാരികമായ സന്താപ്രദാനമാണ് നാളെ 2:30 ബഹുമാനപ്പെട്ട സ്പീക്കർ നിർവഹിക്കുന്നത്. യോഗത്തിന് MLA അധ്യക്ഷത വഹിക്കും. അതിന് മുഖ്യാതിഥിയായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കും. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് ഭാരവാഹികൾ എല്ലാവരും സംബന്ധിക്കുന്ന ചടങ്ങ്. PTA പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, അധ്യാപകൻ ഓമനക്കുട്ടൻ, മഞ്ജു ജോയി, വിദ്യാർത്ഥി പ്രതിനിധികളായ ആദർശ് രാജൻ, അദ്വൈത് കൃഷ്ണൻ, N ഹരികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംഘഗ്രാമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ട്രസ്റ്റ് സെക്രട്ടറി TM കൃഷ്ണൻകുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കേരളത്തിലെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി രൂപീകരിച്ച സംഘഗ്രാമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സൗത്ത് പനമണ്ണയിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. ട്രസ്റ്റ് സെക്രട്ടറി TM കൃഷ്ണൻകുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ C സജിത്ത് അനങ്ങനടി, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സതീദേവി, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ BA പ്രഭാകരൻ, റിട്ടയർഡ് IPS ഓഫീസർ രാധാകൃഷ്ണൻ, ട്രസ്റ്റ് ട്രഷറർ C ഗോപി, TM കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും സംസാരിച്ചു.
പെരിന്തൽമണ്ണ ഒടമല മഖാമിലെ നേർച്ചയ്ക്ക് കൊടിയേറി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് 4 മാസം നീണ്ടുനിൽക്കുന്ന നേർച്ച പരിപാടികൾക്ക് തുടക്കമായത്. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ സ്മരണയിൽ നടക്കുന്ന നേർച്ചയ്ക്ക് കൊടിയേറി 4 മാസം നീണ്ടുനിൽക്കുന്ന നേർച്ച പരിപാടികൾ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കമായി. നേർച്ചയുടെ പ്രഥമ സമ്മേളനം ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഹൽ മുദ്രീസ് ഷെരീഫ് ഫൈസി അധ്യക്ഷത വഹിച്ചു. മഖാമിന്റെ മതസൗഹൃദ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിനുള്ള കയർ ഇത്തവണയും ആറമ്മങ്ങാട് സ്വദേശി കുട്ടൻ നായർ സംഭാവന ചെയ്തു. ഫരീദി അജ്മൽ റോഷൻ വട്ടപ്പറമ്പ് ഫരീദ് ഔലിയ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ, ഹിബത്തുള്ള ദാരിമി, സുബൈർ ഫൈസി, ഉമ്മർ അലി ദാരിമി, സമദ് ഫൈസി, സ്വാലിഹ് ഹുദവി, ഹുസൈൻ അൻവരി, ഫവാസ് ഹുദവി, ഉസ്മാൻ ദാരിമി, സെയ്ദ് ഹബീബുല്ല തങ്ങൾ, സെയ്ദ് അൽവിക്കോയ തങ്ങൾ അസ്ഹരി, CK മുഹമ്മദ് ഹാജി, CP അഷ്റഫ് മൗലവി, OKM മൗലവി, റസാഖ് ഫൈസി, KK അബൂബക്കർ സക്കാഫി, ഇസ്മായിൽ ഫൈസി, ഷമീർ ഫൈസി ഒടമല, മുഹമ്മദ് അലി അൻവരി തുടങ്ങിയവർ പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് AM നൌഷാദ് ബാക്കവി, അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ എന്നിവർ പ്രഭാഷണം നടത്തും. മെയ് 2ാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി യുവസംഗമം, മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, മൗലിദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടക്കും. ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് മാളിക്കുന്ന് ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന നിറമാല മഹോത്സവം ചൊവ്വാഴ്ച തുടങ്ങും. വിശേഷാൽ പരിപാടികൾ ഉൾപ്പെടെ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, പ്രസാദശുദ്ധി, രക്ഷോഘ്ന ഹോമം, അസ്ത്രകലശപൂജ, വാസ്തുപുണ്യാഹം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് തുടങ്ങുക. 17 ബുധനാഴ്ച പ്രതിഷ്ഠാ ദിനത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, കലശപൂജ, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശാഭിഷേകങ്ങൾ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 5:30 മുതൽ മഹാഭഗവത് സേവ, രാത്രി 7-ന് തിരുവാതിരക്കളി, 8:30-ന് കുച്ചിപ്പിടി, തുടർന്ന് കഥകളി എന്നിവ നടക്കും. വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് തിരുവാതിരക്കളി, മോഹിനിയാട്ടം അരങ്ങേറ്റം, ഭരതനാട്യം, കുച്ചിപ്പിടി, വെള്ളിയാഴ്ച രാത്രി 7-ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി 7-ന് സമാധരണീയം 2024 ചടങ്ങിൽ ഞെരളത്ത് കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം മദ്ദള വിദ്വാൻ കോട്ടക്കൽ രവിക്ക് നൽകും. ചടങ്ങിൽ നഞ്ചിയമ്മ പങ്കെടുക്കും. രാത്രി നൃത്തം, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ അരങ്ങേറും. ഞായറാഴ്ചയാണ് നിറമാല മഹോത്സവം. രാവിലെ 9:30-ന് എഴുന്നള്ളത്ത്, നിറപ്പറയെടുപ്പ്, ഓട്ടൻതുള്ളൽ, അന്നദാനം, വൈകിട്ട് 4-ന് എഴുന്നള്ളത്ത്, അഷ്ടപതി, രാത്രി 7 മണിക്ക് ഡബിൾ തായമ്പക, 9 മണിക്ക് ഗാനമേള എന്നിവ നടക്കും. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന നിറമാല മഹോത്സവം 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കുകയാണ്. 16-ാം തീയതി വൈകിട്ട് ട്രിപ്പിൾ തായമ്പകയോട് കൂടിയിട്ട് ആണ് തുടങ്ങുന്നത്. 17-ാം തീയതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമാണ്. ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മൂർത്തിയടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നത്. പുലർച്ചെ തുടങ്ങുന്ന ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഭഗവാന്റെ പിറന്നാൾ സദ്യയോട് കൂടിയിട്ട് അവസാനിക്കും. അതിനുശേഷം വൈകിട്ട് തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മഹാഭഗവത് സേവയും നടക്കുന്നുണ്ട്. 7 മണി മുതൽ തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, കഥകളി തുടങ്ങിയ പരിപാടികളും അന്നേ ദിവസം നടക്കുന്നുണ്ട്. 18-ാം തീയതി രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് കലാമണ്ഡലം നീന ശരത് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം, അതുപോലെ ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ പരിപാടികളും നടക്കുന്നുണ്ട്. 19-ാം തീയതി വൈകിട്ട് 7 മണി മുതൽ തിരുവാതിരക്കളി, അഞ്ജന നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളും. 20-ാം തീയതി ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്ര കമ്മിറ്റിയും ഞെരളത്ത് കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം നൽകുന്നത് പ്രശസ്ത മദ്ദള വിദ്വാനായിട്ടുള്ള കോട്ടക്കൽ രവിക്കാണ് ഇപ്രാവശ്യത്തെ കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം നൽകുന്നത്. വൈകിട്ട് 7 മണിക്ക് 20-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന സമാദരണീയം 2024 എന്ന പരിപാടിയിലാണ്
അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. നമ്മുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള ശ്രീമതി നഞ്ചിയമ്മയാണ് ആ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നത്. അതുപോലെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വിഷ്ണുദാസ് പാലക്കാട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ടി ബാലചന്ദ്രൻ, ട്രസ്റ്റ് ബോർഡ് അംഗം കെ പി രാജേന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുരേന്ദ്രൻ നായർ, സെക്രട്ടറി കെ സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്ക് അൽസലാമ കണ്ണാശുപത്രി നേത്രരോഗ പരിശോധനാ ചികിത്സാ പദ്ധതി നടപ്പാക്കി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 10 ദിവസത്തെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് തിങ്കളാഴ്ച തുടങ്ങി. വ്യാപാരികൾക്ക് പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്കായി സൗജന്യ നേത്രരോഗ പരിശോധന ചികിത്സാ പദ്ധതി അൽസലാമ കണ്ണാശുപത്രി നടപ്പാക്കി. വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച 10 ദിവസത്തെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും അൽസലാമയെ പോലെയുള്ള ഒരു സ്ഥാപനം 10-20 വർഷം മുമ്പ് ഇവിടെ തുടങ്ങിയപ്പോൾ അവരുടെ ലക്ഷ്യവും ലാഭമുണ്ടാക്കലും വളരലും ഒക്കെ തന്നെയാണ്. സ്ഥാപനത്തിനെ വളർത്തുക, ഒപ്പം തങ്ങൾക്കും സാമ്പത്തികമായി വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥാപനം. ആ വളർച്ചയോടൊപ്പം തന്നെ സഹജീവികളെ കരുണാദ്രമായിട്ടുള്ള മനസ്സോടുകൂടി നോക്കിക്കാണാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനും വേണ്ടി മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിടയറ്റ സാമൂഹിക പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്ന ഒരു ഉദാത്ത മാതൃകയായി നമുക്ക് കാണേണ്ടി വരും. അതേപോലെ തന്നെയാണ് മർച്ചന്റ്സ് അസോസിയേഷൻ ഇവിടെ ചെയ്യുന്നത്. വ്യാപാരികൾക്ക് പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു. അൽസലാമ മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ പ്രിവിലേജ് കാർഡുകളുടെ വിതരണം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടതും അതുപോലെ വളർത്തേണ്ടതും ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിൻ്റെ കൂടി ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അൽസലാമയെ തിരഞ്ഞെടുക്കുവാനുണ്ടായ സാഹചര്യം. ഇവിടെ ഇതിൻ്റെ ഡയറക്ടേഴ്സൊക്കെ തന്നെ ഇവിടുത്തെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടും മുമ്പും ഇപ്പോഴും അവരുടെ ഒക്കെ സജീവ സാന്നിധ്യം അസോസിയേഷനിലും നമ്മുടെ മെമ്പർമാരായിട്ടൊക്കെ ഉള്ള ഒരു ടീമാണ്. ഇന്ന് നമുക്കറിയാം, ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഐ ഹോസ്പിറ്റൽ ഇത്ര സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത് ഒരു പക്ഷേ അൽസലാമയായിരിക്കും ഞാൻ ഓർക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ശ്രദ്ധേയനായ താമരത്ത് ഹംസുവിനെ ചടങ്ങിൽ അൽസലാമ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ നൌഷാദ് ആദരിച്ചു. വൈസ് ചെയർമാൻ അഷ്റഫ് കീശ്ശേരി, ഡയറക്ടർമാരായ നാസർ ചോലക്കൽ, നാസർ മാനത്തുമംഗലം, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, ട്രഷറർ K അബ്ദുൽ ലത്തീഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം, ഷാലിമാർ ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ്സ് യൂത്ത് വിംഗ്, വനിതാ വിംഗ് ഭാരവാഹികളും അൽസലാമ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യാപാരികൾക്ക് 2 വർഷത്തേക്കുള്ള പ്രിവിലേജ് കാർഡ് അൽസലാമ കണ്ണാശുപത്രി നൽകും. ഈ കാലയളവിൽ പരിശോധന ഫീസ് ഈടാക്കുകയില്ല. നേത്രരോഗ ചികിത്സ വേണ്ടിവരുന്നവർക്ക് ഇളവും നൽകും. കടമ്പഴിപ്പുറം വേട്ടേക്കരയിൽ നാട്ടൊരുമ സീസൺ 3 സംഘടിപ്പിച്ചു. വേട്ടേക്കര സ്കൂളിൽ നടന്ന പരിപാടികൾ സിനിമാ താരം ബിജുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ C നാരായണൻകുട്ടി അധ്യക്ഷനായി. കുഞ്ചൻ സ്മാരക ചെയർമാൻ K ജയദേവൻ, മളവിൽ മനോരമ ഫെയിം, ശരൺ അബ്ബൂസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. K രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ, C കൃഷ്ണൻകുട്ടി, K ശ്രീലത, P സുരേഷ്, ഉണ്ണികൃഷ്ണൻ, S സൂരജ്, ജിഷ്ണു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം പാലപ്പുറം മുല്ലക്കൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ പൂജകളും കലാപരിപാടികളും താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. രാവിലെ ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടന്നു. വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്റെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേല പുറപ്പെട്ട് 7 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തി. രാത്രി 7:30 ഗംഭീര പാണ്ടിമേളവും അരങ്ങേറി.
8 മണിക്ക് തിരുവാതിരക്കളിയും തുടർന്ന് കലാമണ്ഡലം കൃഷ്ണദാസ്, ലക്കിടി അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയത്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച നിക്ഷേപ പദ്ധതി ASCB കുട്ടിക്കുടുക്ക അലനല്ലൂർ ഡീൽ അക്കാദമിയിലും ആരംഭിച്ചു. അലനല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും ബാങ്കിൽ അക്കൗണ്ട് നൽകും. തുടർന്ന് ആഴ്ചയിലൊരിക്കൽ വിദ്യാലയത്തിൽ ബാങ്ക് അധികൃതർ എത്തി തുക സ്വീകരിച്ച് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് രീതി. അലനല്ലൂർ ഡീൽ അക്കാദമിയിൽ ആരംഭിച്ച കുട്ടിക്കുടുക്കയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജീവിക്കണമെങ്കിൽ, ഈ സമൂഹത്തിന്റെ ഭാഗമാകണമെങ്കിൽ എങ്ങനെ അവരെ അഭ്യസിപ്പിക്കാം എന്നുള്ളത് കൂടി മനസ്സറിഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു വിജയം എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുതന്നെയാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഡീൽ അക്കാദമിയെ നമ്മൾ ഏറ്റവും അലനല്ലൂരിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം. ബാങ്ക് സെക്രട്ടറി P. ശ്രീനിവാസൻ അധ്യക്ഷനായി. ഒരു ബാങ്കിങ് പ്രാക്ടീസ് ഒരു 10 രൂപയോ 50 രൂപയോ 100 രൂപയോ കൊടുത്ത് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്ബുക്ക് കിട്ടും. അതിൽ ഏത് സമയത്തും നിങ്ങൾക്ക് പൈസ നിക്ഷേപിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ ചെക്ക് ബുക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ബുക്ക് കിട്ടും. അതിന് എല്ലാ ദിവസവും നിങ്ങൾ ബാങ്കിൽ വരണമെന്നില്ല. ബാങ്കിലെ ഒരു സ്റ്റാഫ് ഡീൽ അക്കാദമിയിൽ വന്നിട്ട് ഈ പൈസ കളക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അന്തസ്സോടുകൂടി ഞാനൊരു അക്കൗണ്ട് ഹോൾഡറാണ് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു കുട്ടിയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡീൽ അക്കാദമി പ്രിൻസിപ്പൽ വിഷ്ണു അലനല്ലൂർ, പഞ്ചായത്ത് അംഗം P. മുസ്തഫ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, ബാങ്ക് ഡയറക്ടർമാരായ K. സുദർശനകുമാർ, T. രാജകൃഷ്ണൻ, മാനേജർ രാധിക, ഡയറക്ടർ ഷെറീന മുജീബ്, ജീവനക്കാരായ P. നജീബ്, മൻസൂർ, നിഖിൽ, യാസിൻ, ബീന തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യ വാർത്തകൾ. ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവാനന്തര പരിചരണത്തിന് ആധുനിക സൗകര്യങ്ങളുമായി മോംസ് ഹെവൻ പോസ്റ്റ് മെറ്റേണിറ്റി കെയർ വല്ലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA മോംസ് ഹെവൻ ഉദ്ഘാടനം ചെയ്തു. അമ്മയ്ക്കും കുഞ്ഞിനും 24 മണിക്കൂറും കരുതലും നഴ്സിംഗ് പരിചരണവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും മോംസ് ഹെവനിൽ ലഭ്യമാണ്. പ്രസവവും പ്രസവാനന്തര പരിചരണവും അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ പ്രധാനപ്പെട്ടതാണ്. ആയുർവേദ പാരമ്പര്യ വിധി പ്രകാരം അമ്മയുടെയും നവജാത ശിശുവിൻ്റെയും സമ്പൂർണ്ണ പരിചരണം ഉറപ്പു നൽകിയാണ് മോംസ് ഹെവൻ പോസ്റ്റ് മെറ്റേണിറ്റി കെയർ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൃഷിഭവന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA മോംസ് ഹെവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസവാനന്തര ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിചരണം, ചികിത്സ എന്ന് പറയുന്നതിനേക്കാളും പ്രധാനമാണ് പരിചരണം. നേരത്തെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അത്തരം സംവിധാനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലത്തിനനുസരിച്ച് മാറുന്നു. പഴയ ആളുകൾ അത്തരം സംവിധാനങ്ങളും പരിചരണവും ഒക്കെ നമ്മുടെ വീടുകളിൽ കിട്ടുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, പ്രസവാനന്തരം അത് പൂർവാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പഴയ രീതിയിലേക്ക് അവരുടെ ശരീരവും മനസ്സുമൊക്കെ എത്തിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പരിചരണം. അതോടൊപ്പം തന്നെ ജനിച്ച വീണ കുട്ടി, ആ കുട്ടിയുടെ പരിചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യമാണ് ഏറ്റവും നല്ല ആയുർവേദ ചികിത്സയും പിന്നെ പരിചരണ സംവിധാനങ്ങളും അടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് മോംസ് ഹെവൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം നമ്മുടെ വല്ലപ്പുഴയിൽ ആരംഭിക്കുന്നത്. ആയുർവേദ ഡോക്ടർമാരുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പിന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പാക്കേജുകൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് നടത്തുന്നത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ എന്നിവർ മുഖ്യാതിഥികളായി. മോംസ് ഹെവൻ എന്ന ഈ സ്ഥാപനം ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വലിയ ഒരു ആശ്വാസവും സാധ്യതയുമാണ്.
പ്രസവാനന്തരമുള്ള ചികിത്സകൾക്ക്, ശുശ്രൂഷകൾക്ക് ഇനി ആളുകൾ തേടി പോകേണ്ട കാര്യമില്ല. അതിനുവേണ്ടി വലിയ പണച്ചെലവുകൾക്ക് താങ്ങേണ്ടി വരുന്ന ഒരു കാലം ഇനി ഇല്ല വല്ലപ്പുഴയിൽ എന്നാണ് ഈ മോംസ് ഹെവൻ ഇവിടെ സാധ്യമാക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും നല്ല ഒരു ആയുർവേദ മേഖലയിൽ നല്ലൊരു ചികിത്സാ സൗകര്യമായി, അതുപോലെ തന്നെ പ്രസവാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ഒരു സാധ്യത കൂടിയാണ് വല്ലപ്പുഴക്കാർക്കും പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തുറന്ന് നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കാൻ ആലോചിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി വല്ലപ്പുഴയുടെ പേരിൽ അറിയിക്കുന്നു. വാർഡ് മെമ്പർ റഫീഖ് പറക്കാടൻ, KVVS ജില്ലാ സെക്രട്ടറി MPM മുസ്തഫ, യൂണിറ്റ് പ്രസിഡന്റ് CK ഉബൈദ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സന്തോഷ്, സയ്യിദ് കോടനാട്, മണികണ്ഠൻ, അബ്ദുൽ സലാം, K അബ്ദുറഹ്മാൻ, MA മൊയ്തീൻകുട്ടി, അഷ്റഫ് K, അബ്ദുൽ റഷീദ്, കോയാമു ഹാജി, T അനൂപ്, K കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളായ മുജീബ് അലിക്കൽ, യൂസഫ് തിരുണ്ടിക്കൽ, ബോബി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 21 ദിവസം, 29 ദിവസം, 40 ദിവസം എന്നിങ്ങനെ വിവിധ പാക്കേജുകളായി വിദഗ്ധ ആയുർവേദ ലേഡി ഡോക്ടറുടെയും മികച്ച പരിശീലനം ലഭിച്ച നഴ്സുമാരുടെയും നേതൃത്വത്തിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പരിചരണം, ചികിത്സകൾ, ആന്തരികവും ബാഹ്യവുമായ മരുന്നുകൾ, പ്രൊഫഷണൽ തെറാപ്പിസ്റ്റുകളുടെ മസാജുകൾ എന്നിവ മോംസ് ഹെവൻ നൽകുന്നു. AC, non-AC റൂമുകൾ, വെജ് ആൻഡ് നോൺ വെജ് ഭക്ഷണം, വൈഫൈ സൗകര്യം, 24 മണിക്കൂർ ഹോട്ട് വാട്ടർ, പാർക്കിംഗ് സൗകര്യം എന്നിവയും പ്രത്യേകതകളാണ്. ഒരു സ്ത്രീയുടെ പ്രസവത്തിന് ശേഷമുള്ള 1.5 മാസം, അതായത് 6 ആഴ്ചയാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ 6 ആഴ്ച നമ്മളിവിടെ ഇൻറ്റേർണലി മെഡിസിൻസ് കൊടുക്കും, എക്സ്റ്റേണലി നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അതുപോലെ കുഞ്ഞിനും നമ്മൾ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവരെ നമ്മൾ 6 ആഴ്ച കൊണ്ട്. ഇവിടെ നമ്മൾ പിന്നെ 4 ടൈപ്പ് റൂമുകളാണ്. നോർമൽ റൂം, അതുപോലെ 10ഓളം റൂമുകളുണ്ട്. അതിൽ AC, non-AC റൂമുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ പാക്കേജുകൾ 21 ദിവസം, 30 ദിവസം, 40 ദിവസം തുടങ്ങിയുള്ള പാക്കേജുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ പാക്കേജുകളിൽ പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഹോം കെയർ സർവീസ് കൂടെ കൊടുക്കുന്നുണ്ട്. വീടുകളിൽ പോയി ഈ തെറാപ്പി കൊടുക്കുന്ന സംവിധാനമുണ്ട്. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, ഈ പ്രസവ പരിചരണം കൂടാത്ത സ്ത്രീകൾക്ക് തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഓഫർ കൊടുക്കുന്നത് ഏകദേശം പാക്കേജുകൾ 9,000 രൂപ മുതൽ 14,000 രൂപ വരെയുള്ള ഓഫറുകൾ കൊടുക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന 20 പേർക്കാണ്. ഇതിനു പുറമെ മറ്റു രോഗങ്ങൾക്കുള്ള പഞ്ചകർമ്മ ചികിത്സ എല്ലാ സ്ത്രീകൾക്കും ഇവിടെ ലഭ്യമാണ്. ഹോം സർവീസ് പാക്കേജുകളും നൽകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രക്ഷോഭത്തിന് ചൊവ്വാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഭരണപക്ഷത്തിന്റെ അഴിമതിക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നതായും നേതാക്കൾ. മണ്ണാർക്കാട് ചിന്നത്തടാകം അന്തർസംസ്ഥാന പാത നവീകരണത്തിനെതിരെ ആക്ഷേപം. 30 മീറ്റർ വീതിയുള്ള റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ 13 മീറ്ററായി ചുരുങ്ങും. ഭാവി വികസനം നോക്കാതെയാണ് റോഡ് പണി നടത്തുന്നതെന്നും ഇത് അംഗീകരിക്കില്ലെന്നും BJP നേതാക്കൾ. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷറഫ് സ്ഥാനം രാജിവെച്ചു. രാജി മുന്നണി ധാരണാപ്രകാരം ടേം പൂർത്തിയായതിനെ തുടർന്ന് ബാങ്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും അഷറഫ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ പഴയ കെട്ടിടത്തിൽ നിന്നും പെരിന്തൽമണ്ണ സബ് ട്രഷറി വാടക കെട്ടിടത്തിലേക്ക് മാറി. ട്രഷറിക്ക് സ്വന്തം കെട്ടിടം വേണമെന്ന ആവശ്യം ഇപ്പോഴും കടലാസിലൊതുങ്ങുന്നു. കൂടൊരുക്കൽ പദ്ധതിയിൽ 4ാമത്തെ വീട് നിർമ്മിച്ച് മണ്ണാർക്കാട് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സഹപാഠിക്ക് നൽകുന്ന സ്നേഹവീടിന്റെ സമർപ്പണം ചൊവ്വാഴ്ച സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.